ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും സ്കൂളില്ലാത്ത ദിവസമൊക്കെ നേരത്തെ എണീക്കുമല്ലോ, അതെപ്പോഴും. പിന്നെ നമ്മുടെ വീട്ടമ്മമാർക്ക് എപ്പോഴും രാവിലെ എണീച്ചാൽ ഡെയിലി റൊട്ടീനല്ലേ, എപ്പോഴും ചെയ്യേണ്ട പണികൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങറാണല്ലോ അല്ലേ. അപ്പോൾ ഇതാ പതിവ് പോലെ നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ നേരമൊക്കെ ഒന്ന് ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. ഇന്ന് എന്താവോ ഒരു മൂടാപ്പ് കിട്ടിയ പോലെ ഉണ്ട് കേട്ടോ. വേറെ എവിടേക്കെങ്കിലും നല്ല മഴ ഉണ്ടാവുകയും അതാണ് തോന്നുന്നു. അപ്പോൾ ഇവിടേക്ക് ഇന്ന് 7-7:30 ആയിട്ടും ഒരു വെയിലടിക്കണില്ല കേട്ടോ, ഒരു മൂടാപ്പ് പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ രാവിലെ എൻ്റെ പാത്രം കഴുകലും ഇന്നലെ പിന്നെ ഒരുപാട് അലക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അലക്കണില്ല, പകരം ഇന്ന് അടുക്കളപ്പണി എക്സ്ട്രാ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആകെ ക്ഷീണിച്ചലാക്കാം കേട്ടോ. പിന്നെ റിയാസ്ക്ക് അതാ പോയിട്ടുണ്ട് പാല് വാങ്ങാൻ, വന്നിട്ട് വേണം ഇനി ചായയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ പുറം പണിയൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. പിന്നെ 2 നേരം മുറ്റം അടിച്ചിട്ടില്ലെങ്കിലും ഭയങ്കര വൃത്തികേടാണ്, നമ്മൾ അടിക്കാത്ത പോലെ തോന്നും കേട്ടോ. അടിച്ചില്ലെങ്കിൽ നമ്മൾ 10 ദിവസമൊക്കെ അടിക്കാത്ത പോലെ തോന്നും. ഇനിയിപ്പോൾ ഈ മുള്ളിൻ്റെ ഇല ഇങ്ങനെ പ്ലാവിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വരുന്ന കാരണം എത്ര അടിച്ചാലും ഒരു വൃത്തി ഇല്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി 1 നേരം അടിച്ചു വിടും. 2 നേരം അടിക്കാൻ ഒഴിവിട്ടില്ലെങ്കിൽ 1 നേരമെങ്കിലും അടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് വെള്ളം പിടിക്കലും ഓസ് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഡ്രമ്മ് നിറയട്ടെ കണ്ടിട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതിന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാം. പിന്നെ റിയാസ്ക്ക് പാലും ഒക്കെ വാങ്ങിയിട്ട് വരും. പിന്നെ അരി സാധനങ്ങളൊന്നും വാങ്ങി തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് കുട്ടികൾക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ട്, ഇത്ര നേരം കാണാനില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും മുറ്റം അങ്ങോട്ട് കയറ്റിയിട്ടില്ല, പകുതി അടിച്ചു വിട്ടു കേട്ടോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ കുളിയും അടുക്കളപ്പണി അത്യാവശ്യം കഴിഞ്ഞ് ചായ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരും മെല്ലെ അടിച്ചിരിക്കണം. ഞാൻ എൻ്റെ അടുക്കളപ്പണി കഴിഞ്ഞ് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊമ്പൊക്കെ താന്നു പോയി, നമ്മുടെ പപ്പാളിങ്ങ മരമൊക്കെ ഒടിഞ്ഞു വീണു കേട്ടോ. എന്നിട്ട് നമ്മുടെ മണി ട്രീ എങ്ങനെ നിർത്തുകയെന്നറിയില്ല. റോസാപ്പൂവൊക്കെ വാടിപ്പോയില്ലേ, ഒരെണ്ണം. ഇപ്പം ഇത് പറിക്കാനേ കിട്ടണില്ല കേട്ടോ, നല്ല ബലം. റിയാസ്ക്ക് കടയിൽ പോയി കേട്ടോ. ഇന്ന് കുറച്ച് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു, കുട്ടികൾക്കൊക്കെ സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. കാറ്റായിട്ട് മുഖമൊക്കെ വെറുന്നുണ്ടല്ലേ. കുളിയും കൂടി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇതായി. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോയാലോ. മുറ്റടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മുറ്റടിക്കാനാണ് പാട് മക്കളെ, 2 നേരം അടിക്കണം. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഈ മുള്ളിൻ്റെ ഇല അങ്ങനെ കൊഴിയുക. ഇനി ഇതാ കഴുകി വെച്ചതൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോഴത്തേനും റിയാസ്ക്ക് വരുമ്പോഴത്തേനും ഞാൻ എൻ്റെ എളുപ്പപ്പണിയൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തൊലിച്ച് ചതച്ച് വെച്ചാൽ പിന്നെ വരുമ്പോഴത്തേനും വേഗം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചോറ് അടുപ്പിലാണ് വെക്കണത്, കറിയപ്പോൾ ഗ്യാസിലും വെക്കാം, അപ്പോൾ വേഗം ആകുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സാധനം ഇവിടെ ഉണ്ട്, കുറച്ച് സാധനം മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഉള്ളി ചതക്കാനുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. വലിയുള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ പാല് കൊണ്ടുവന്നിട്ട് ചായ വെച്ച് കുടിച്ചിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ആവശ്യമുള്ളതൊക്കെ. പിന്നെ റിയാസ്ക്ക് വന്ന് പാല് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വേഗം ചായ അടുപ്പിലാക്കി കേട്ടോ. പിന്നെ ഫാത്തിമ കുട്ടിക്കും എല്ലാവരും എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾക്കൊക്കെ ചായ റെഡിയാക്കി കൊടുത്ത് പിന്നെ ഞാനും കുടിച്ചു. പിന്നെ കുടിച്ച ശേഷം അപ്പോഴത്തേനും റിയാസ്ക്ക് അരിയും തൈരും ഇതൊക്കെ കൊടുത്തു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ബിരിയാണി ആക്കാൻ പോണത് നമ്മുടെ ബിരിയാണി അരി തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചരി ഇല്ല, പച്ചരി ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ റേഷൻ കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എപ്പോഴും പച്ചരിയിലല്ലേ വെക്കുക. അപ്പോൾ ഇന്ന് നല്ല ബിരിയാണി അരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി അരിയിൽ കുറേ ആയി ഞാൻ ബിരിയാണി വെച്ചിട്ട്, എപ്പോഴും പച്ചരിയിലേ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ തക്കാളി ഞാൻ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എല്ലാം ഒന്ന് മിക്സ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അധികം തക്കാളി മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ ചെയ്യുക. അങ്ങനെ മുറിച്ചിട്ട് വേവില്ല, പിന്നെ കുട്ടികൾക്ക് കഴിക്കുമ്പോഴും ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ നമ്മുടെ അടുപ്പ് തിരി ചെരിഞ്ഞ കാരണം വട്ടം നിൽക്കണില്ല, നമ്മുടെ പുതിയ വട്ടയിൽ തന്നെ കേട്ടോ.
പിന്നെ അന്ന് വെച്ചിട്ട് പിന്നെ ഇന്നാട്ടോ ബിരിയാണി ഇതിൽ വെക്കണത്. ഞാൻ ചെറിയ വട്ടയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിരിയാണി വെക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, പറഞ്ഞൊന്നും തരണ്ടല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ പാലക്കാട് ബിരിയാണി കേട്ടോ, ഇവിടെ റിയാസ്ക്കാക്ക് ഈ പാലക്കാട് ബിരിയാണി ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചപ്പോൾ അതിൻ്റെ മൂടി എന്തോ വീണു കേട്ടോ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് മാറ്റിയതാണ്. പിന്നെ നമ്മൾ വെളിയുള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി മസാലൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് നല്ലൊന്ന് വണങ്ങി വരണം കേട്ടോ. വണങ്ങി വന്ന ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തൈര്, പിന്നെ ഞാൻ അതിലേക്ക് എക്സ്ട്രാ ചേർത്തുന്നത് മുളക് പൊടി മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാലക്കാട് ബിരിയാണി വെക്കുമ്പോൾ ഇതൊക്കെ ചേർത്തണം. പിന്നെ നമ്മുടെ തക്കാളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പുളിപ്പിനനുസരിച്ച് തൈര് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി നല്ല മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ടാട്ടോ ഒഴിക്കണത്. പിന്നെ നമ്മൾ ഒരു പാത്രം അരിക്ക് 1.5 പാത്രം വെള്ളം എടുക്കണം. അങ്ങനെ ഞാനിതാ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫോൺ ഒരു കയ്യിലാട്ടോ പിടിക്കണത്. നമ്മൾ വെക്കാനുള്ള സൗകര്യമില്ല, സ്റ്റാൻഡ് എൻ്റെ പൊട്ടിയ കാരണം കയ്യിൽ തന്നെ പിടിച്ചിട്ടാട്ടോ ഒക്കെ ചെയ്യണത്. അപ്പോൾ ഞാനിതാ അങ്ങനെ ദമ്മിട്ടിട്ടുണ്ട് ചോറ്. അപ്പോഴത്തേനും നമ്മുടെ റിയാസ്ക ഇറച്ചി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇറച്ചിയും ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അതും ഒന്ന് വാങ്ങിയിട്ട് തന്നതാണ്. പിന്നെ ഞാനിതാ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ നല്ല കഴുകിയ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കുക കേട്ടോ. തിരുമ്പി കുറച്ച് നേരം വെക്കണം, അപ്പോൾ തന്നെ അതൊന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അത് കുറച്ച് അങ്ങനെ പിടിച്ച ശേഷം ഞാൻ പല രീതിക്കും ചിക്കൻ കറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പൊരിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പും മുളകൊക്കെ പെരട്ടി വെച്ചതായതുകൊണ്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഞാൻ പൊരിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ ചട്ടിയിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ എല്ലാ പീസും അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പണിയാണ് ഇത് പൊരിച്ചെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ചില പണികളും ചെയ്യുന്നുണ്ട് കേട്ടോ, അടിക്കലൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫാത്തിമാക്ക് മേലേഴി കൊടുക്കാനോ അങ്ങനെ ഓരോ പണീൻ്റെ ഇടയിൽ ഓരോ പണി ചെയ്യാൻ അങ്ങനെ പോകും കേട്ടോ. അവൾ ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പണി ഇടയിൽ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ അങ്ങനെ മൊത്തത്തിൽ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ റിയാസ്ക്ക് ഇതാ വന്നിട്ട് കുറച്ച് ചോറ് തിന്നിട്ട് അങ്ങനെ പോയി കേട്ടോ. നമ്മൾ നോക്കിയിട്ട് രാവിലെ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിക്കൻ മൊത്തം പൊരിച്ചതിലേക്ക് നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുത്തു. ഒരു 2 തക്കാളി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് തൈര് ചേർത്താമെന്ന് വിചാരിച്ചിട്ട് 2 തക്കാളി തന്നെ ഇട്ടുള്ളൂ. പിന്നെ ഇത് നല്ല ഒന്ന് മൂത്ത് വരണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളറാവണം നമ്മുടെ വലിയുള്ളി. ആ സമയം ഞാൻ തൈരൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ചിക്കൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. അതിലേക്ക് പിന്നെ ഈ റസ്കിൻ്റെ പൊടിയൊക്കെ ചേർത്തലുണ്ട്. ഞാൻ കുട്ടികളൊന്നും തിന്നില്ലെങ്കിലും കൊണ്ട് അതൊന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ ഇതാ പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് നമ്മൾ തൈരും, പിന്നെ ബിരിയാണിയിലേക്ക് മെയിനായിട്ട് തൈര് വേണമല്ലോ അല്ലേ. ഇവിടെ തൈര് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ തൈരില്ലെങ്കിൽ ഒരു ബിരിയാണി ആവില്ല എന്ന് പറഞ്ഞ പോലെ എനിക്കും റിൻഷിമോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തൈര്. ബിരിയാണിയിലേക്ക് ചിക്കൻ ഇല്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ, തൈര് കിട്ടണം, അങ്ങനെയാണ് ഇവിടെ ഉള്ളവർ. അപ്പോൾ ഇതാ അങ്ങനെ തൈരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കണം. തുടച്ചൊന്ന് മേശയൊക്കെ ഒന്ന് എനിക്ക് കൈയോടെ എല്ലാവരും തുടച്ച് ഇതൊക്കെ കഴുകി പാത്രമൊക്കെ കഴുകി വെച്ചാലേ സമാധാനമാവുള്ളൂ കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് പോയിരുന്ന് എന്തെങ്കിലും കഴിച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ പൊട്ട മേശയാണെങ്കിലും അത് നമ്മൾ ഉള്ളത് വൃത്തിയാക്കി സൂക്ഷിക്കണമല്ലോ. പിന്നെ നമ്മുടെ അവിടെ എലികൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട്, എലിശല്യം ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിക്കണം കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ എന്ത് വെച്ചാലും നല്ല ശ്രദ്ധിക്കണം. പിന്നെ രാത്രിയായി അവർ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കിടന്ന് ഓടും, അപ്പം ഇട്ടിട്ടൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും വൃത്തിയാക്കിയിട്ടേ നമുക്ക് എന്തും വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ സവാള ഇതും ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഞാൻ ചിക്കൻ ഇതാക്കുമ്പോൾ ഇട്ടുള്ളതുകൊണ്ട് പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഓൾറെഡി ചിക്കനിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് കായത്തിൽ കുറച്ച് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ല ഒന്ന് ആ എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ മല്ലിത്തള കറിവേപ്പിലയൊക്കെ മറന്നു കേട്ടോ ഞാൻ ഇടാൻ. കറിവേപ്പില നമ്മുടെ ചെടിയിൽ തന്നെ ഉണ്ട്, വലിക്കാൻ പോകാൻ മടിച്ചിട്ട് വലിച്ചില്ല, ഇട്ടുമില്ല. മല്ലിത്തളയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല മണമൊക്കെ ടിക്ടോപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴും നല്ല കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും, ഇല്ല എന്നല്ല, അതും കൂടി ഇട്ടാൽ നല്ലൊരു കളർഫുള്ളൊക്കെ ആയിട്ടുണ്ടാവും എന്ന് മാത്രം.
അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ അതൊക്കെ മറന്നു കേട്ടോ. പിന്നെ ഇതാ പൊരിച്ച് വെച്ച ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുട്ടികളൊക്കെ കഴിക്കണോണ്ട് എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാൻ. എന്നാലും ഞാൻ എരിവ് ഇത്തിരി അധികമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ചോറ്റിൽ അത്ര എരിവില്ലാത്തതുകൊണ്ട് ചിക്കനിൽ അഡ്ജസ്റ്റ് കുഴപ്പമില്ലാണ്ട് ആവും. അപ്പോൾ ഇങ്ങനെ ചിക്കൻ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ അധികം വലിയ പീസായിട്ടാട്ടോ ഞാൻ എടുക്കണം. ഇനി അതൊന്നും കൂടി ഒന്ന് ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് ഒതുങ്ങി വെന്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ചുങ്ങി പോകും കേട്ടോ നമ്മുടെ ചിക്കൻ. അപ്പോൾ ഇതാ ചിക്കനും തൈര് ചട്നിയും ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി വറുത്ത ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ദമ്മെന്നൊക്കെ എടുത്ത് അടുപ്പിൽ നിന്നൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റജിക്കുട്ടി ചോറ് കഴിച്ചപ്പോൾ വേഗം ഞാൻ എടുത്തിട്ട് വന്നു. പിന്നെ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറ്. എപ്പോഴും നമ്മൾ പച്ചരിയിലല്ലേ വെക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ ബിരിയാണി അരിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട് പറഞ്ഞു റിയാസ്ക. കുറച്ച് കഴിച്ചിട്ടാട്ടോ പോയത്, ചിക്കൻ ഇല്ലാണ്ട് ചോറ് മാത്രം കഴിച്ചിട്ടാട്ടോ റിയാസ്ക പോയി. അപ്പം ഞാൻ എനിക്കാവും പോലെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കുഴഞ്ഞിട്ട്, അപ്പം ഞാനും ഇനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ തൈരും ഇപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തുള്ളൂ. അപ്പോൾ റിഞ്ചുമ്പോൾ പിന്നെ അതിലേക്ക് വിളമ്പി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഗ്യാസ് നിറഞ്ഞാലോ. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ 1 മണിയായി കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്തു, ഫാത്തിമ കുട്ടിക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാനും റിൻഷിമോളും ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് വിളമ്പ് കേട്ടോ ചോറ്. അപ്പോൾ ഇതാ കുറച്ച് ചിക്കൻ കറിയും ചോറൊക്കെ എടുത്തിട്ട് കഴിക്കണം കേട്ടോ. അങ്ങനെ കഴിച്ച് പിന്നെ കുട്ടികളൊക്കെ കഴിച്ച ശേഷം പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ കളിക്കാൻ. ഇപ്പോൾ റിയാസ്ക്ക് സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് റേസിന് കൊടുത്താരണം പവായിരുന്നു എണിക്കണേനില്ല കേട്ടോ. ചോറ് മേടിച്ചിട്ട് അങ്ങനെ പോയതാണ് ഓടാൻ. അവിടെ മുറ്റത്ത് റോട്ടിൽ കളിക്കുന്നുണ്ട്. അപ്പം ഞാനാകെ ക്ഷീണിച്ചു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനൊന്ന് ഇത്തിരി ടേസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് ഇരുന്ന് ഞാനും റിൻഷിമോളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ റിയാസ്ക കഴിച്ചിട്ട് അങ്ങനെ പോയതാട്ടോ, വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിശന്നിട്ടോ എന്താണെന്നറിയില്ല കേട്ടോ. കഴിച്ചപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു സ്വാദല്ലേ. അപ്പോൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, വേറെ ഒന്നും പറയാനില്ല കേട്ടോ, ലെവലാണ്. പിന്നെ അങ്ങനെ ഇതാ കുട്ടികൾ കളിക്കുന്നതും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. റിയാസ്ക വരുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നിന്നതാണ്. റിയാസ്ക ഇങ്ങനെ ട്രിപ്പ് പോയി വന്നിട്ട് കഴിക്കുള്ളൂ. ചോറ് മാത്രം കഴിച്ചിട്ടാണ് പോയതാട്ടോ പാവം. അപ്പം ഇനി വന്നിട്ട് റിയാസ്കാക്കും ചോറ് കൊടുക്കണം. ഇപ്പോൾ ഇതാ മക്കളൊക്കെ ഇങ്ങനെ റോഡിൽ കളിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.